അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നതും അമ്മക്ക് മാത്രമാണ്. കൺജോയിൻറ്റ് ട്വിൻസിനെ ആദ്യമായിട്ട് സക്സസ്ഫുള്ളി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂറോ സർജനാണ് ഇന്ന് നമ്മളൊക്കെ അറിയുന്ന ഡോക്ടർ ബെൻ കാഴ്സൺ. ആ ഗോളിലെത്താനായിട്ട് അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ശരിക്കും ലോകം അറിയപ്പെടുന്നതും എല്ലാവരെയും ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതുമായിട്ടുള്ള ഒരു വലിയ സർജറി ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇന്ന് അദ്ദേഹത്തെ അറിഞ്ഞത്. ഗിഫ്റ്റഡ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൺജോയിൻറ്റ് ട്വിൻസിനെ ഫസ്റ്റായിട്ട് സക്സസ്ഫുള്ളി സെപ്പറേറ്റ് ചെയ്ത ഡോക്ടർ ബെൻ കാഴ്സൻ്റെ ട്രൂ ലൈഫ് സ്റ്റോറിയാണ് ഗിഫ്റ്റഡ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഫിലിം. നമ്മൾ ഓരോരുത്തരും ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി ഇൻസ്പിറേഷണൽ മൂവിയാണ് ഗിഫ്റ്റഡ് ഹാൻഡ്സ്. അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഫ്രം എ പുവർ ചൈൽഡ് ടു എ ടോപ്പ് നോൺ ന്യൂറോ സർജൻ എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എത്രത്തോളം കാര്യങ്ങളുണ്ടാവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട്. എല്ലാവരുടെയും ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലേ. ചിലവർക്ക് എല്ലാം ഉള്ളതായിരിക്കും ചാലഞ്ച്, പക്ഷേ ചിലവർക്ക് ഇല്ലായ്മയായിരിക്കും ചാലഞ്ച്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശരിക്കും ഏറ്റവും വലിയ ചാലഞ്ച്. പക്ഷേ ഡോക്ടർ ബെന്നിൻ്റെ ലൈഫ് ഡിഫറെൻ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു ഫാമിലിയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. പല കാര്യങ്ങൾക്കും പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പഠിക്കാനൊന്നും അത്ര വലിയ മിടുക്കനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു എന്നാണ് ടീച്ചേഴ്സ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരും അദ്ദേഹത്തിനെ ലൂസർ എന്ന് വിളിക്കാറുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് സ്കൂളിനോടും അതേപോലെ സ്കൂളിലേക്ക് പോകാനും ഉള്ള താല്പര്യം തീരെ ഇല്ലായിരുന്നു. കുറഞ്ഞ് തീരെ പോകാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷനിലെത്തി. ആ സമയത്താണ് അദ്ദേഹത്തിന് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ബുക്കുകൾ അദ്ദേഹത്തിൻ്റെ അമ്മ കൊണ്ടു കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിലും പറയാറുണ്ട്, അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നതും അമ്മക്ക് മാത്രമാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ബുക്കുകൾ എടുത്തു കൊടുക്കാനും പ്രചോദിപ്പിക്കാനും ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ മദർ ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയലുണ്ട്, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആര് വേണമെങ്കിലും ആകാം, എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വേൾഡിലുള്ള ഒരുപാട് പ്രഷറുകളും എല്ലാം മറന്നുകൊണ്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു നല്ല മെൻ്റൽ സമാധാനം കിട്ടുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് വായനയിലൂടെ സാധിച്ചു എന്നാണ് പറയാറുള്ളത്. അങ്ങനെ അദ്ദേഹം വളർന്നു വലുതായപ്പോഴും ഒരുപാട് വായിച്ച നല്ല അറിവുകളൊക്കെ നേടിയപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഏരിയ ന്യൂറോ സർജറി ആണെന്ന്. അങ്ങനെ ന്യൂറോ സർജറിക്ക് ഏറ്റവും ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ദ ജോൺ ഹോപ്കിൻസ് ഹോസ്പിറ്റലിൽ അദ്ദേഹം ചെന്നു. അവിടെ നിന്ന് അദ്ദേഹം ഒരുപാട് പഠിച്ചു. ചെറുപ്പം മുതലേ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടും അതിനൊക്കെ ഓരോന്നായിട്ട് ടാക്കിൾ ചെയ്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ അദ്ദേഹം എത്തി. വളരെ പാവപ്പെട്ട ഒരു കുട്ടിയിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന, അതേപോലെ തന്നെ എല്ലാവരെയും പിടിച്ചു നിർത്തുന്ന ഒരു വലിയ സർജറിയിലൂടെയാണ് അദ്ദേഹം ഒരുപാട് ആളുകളിലേക്ക് എത്തിയത്. ചെറുപ്പം മുതലേ ഒരുപാട് ചാലഞ്ചസ് ആണ് ഡോക്ടർ ബെന്നിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്, സ്കൂളിലാണെങ്കിലും വലുതായി കഴിഞ്ഞിട്ടും ഒക്കെ. പക്ഷേ അദ്ദേഹത്തിന് ഉറപ്പായിട്ടുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഗോളിലെത്താനായിട്ട് അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ശരിക്കും ലോകം അറിയപ്പെടുന്നതും എല്ലാവരെയും ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതുമായിട്ടുള്ള ഒരു വലിയ സർജറി ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇന്ന് അദ്ദേഹത്തെ അറിഞ്ഞത്. കൺജോയിൻറ്റ് ട്വിൻസിനെ ആദ്യമായിട്ട് സക്സസ്ഫുള്ളി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂറോ സർജനാണ് ഇന്ന് നമ്മളൊക്കെ അറിയുന്ന ഡോക്ടർ ബെൻ കാഴ്സൺ. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു ആവറേജ് ബ്രെയിനിന് വളരെ അമേസിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, ഓൾമോസ്റ്റ് എവറിത്തിങ് എന്നാണ് പറയുന്നത്. നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള കഴിവുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ഐ കാണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നത്? നമുക്കുള്ള ഒരറിവും ഒരിക്കലും യൂസ്ലെസ് ആവുന്നില്ല. നമുക്ക് കൂടുതൽ അറിയുന്തോറും കൂടുതൽ ഓപ്ഷൻസാണ് നമുക്കുള്ളത്. നമ്മളൊക്കെ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ ഒരുപാട് സ്ട്രെസ്സും പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് കണ്ട് ഉഷാറാവാനായിട്ടും മോട്ടിവേറ്റഡ് ആവാനായിട്ടും ഇതുപോലെ നല്ല റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. ഡോക്ടർ ബെന്നിൻ്റെ സ്റ്റോറിയൊക്കെ ശരിക്കും നമുക്കൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷണൽ ഒരു കാര്യം തന്നെയാണ്. ജീവിതത്തിലെ ചാലഞ്ചസും
ടെൻഷനുകളും പേടികളും ഒക്കെ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ഫേസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസും ധൈര്യവും ഒക്കെ നമുക്ക് ഉണ്ടാവണം. നമ്മളൊക്കെ വലുതായിട്ട് ഡോക്ടേഴ്സ് ആവാനായിട്ടുള്ള ആളുകളാണ്. ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഗോൾ നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ അതിലോട്ട് നമുക്ക് എന്തായാലും എത്തിച്ചേരാനായിട്ട് കഴിയണം. അപ്പം ഡോക്ടർ ബെന്നിനെ പോലെ അതുപോലെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഇനിയും. അപ്പോൾ പുതിയ എന്തെങ്കിലും കഥകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫ്രം ഡോപ്പ.